ദുഃഖിതരിലും പീഡിതരിലും രോഗികളിലും ആകുലരിലും യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് യേശുവിനോട് പക്ഷം ചേർന്നുകൊണ്ട് ചങ്ങനാശ്ശേരി രൂപതയിലെ അരുവിക്കുഴി പള്ളിക്കത്തോട് ലൂർദ് ഭവനിലെ വിശേഷങ്ങളുമായി നിത്യസാന്ത്വനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യസാന്ത്വനം എന്ന പേരിൽ വിവിധ കാരുണ്യ സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടും അവിടുത്തെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുമുള്ള നല്ലൊരു പ്രോഗ്രാം നടത്തുന്നുവെന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിൽ സംഘാടകർക്ക്, അത് സംപ്രേഷണം ചെയ്യുന്ന ഗുഡ്നസ് ടെലിവിഷന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ കരുണയുടെ മുഖമാണ് ഇത്തരത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും. ഫ്രാൻസിസ് മാർപ്പാപ്പ കാരുണ്യവർഷം പ്രഖ്യാപിക്കുന്ന വേളയിൽ എഴുതിയ ആ ഔദ്യോഗികമായിട്ടുള്ള സന്ദേശത്തിൽ ഈശോ മിശിഹ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരുണയുടെ മുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പിതാവിൻ്റെ ആ അപ്പസ്തോലിക പ്രബോധനം ഈശോയുടെ ഹൃദയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കർത്താവിൻ്റെ ഹൃദയം ദൈവപിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകാശനമാണ്. അതിൻ്റെ ലോകത്തിലെ പ്രകാശനമായിട്ടാണ് ഈശോ നമ്മുടെ മധ്യയെ സന്നിഹിതനായത്. ഇപ്പോഴും അവിടുന്ന് സഭയിലൂടെ, തൻ്റെ തുടർച്ചയായ സഭയിലൂടെ ഇതേ കരുണയുടെ മുഖമാണ് പ്രകാശിതമാക്കുന്നത്. ഈ കാരുണ്യഭവനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് ഏറ്റവും നന്നായിട്ട് മുൻപോട്ട് പോകട്ടെ. കൂടുതൽ കാരുണ്യ പ്രവർത്തികളിൽ വ്യാപൃതരാകാൻ ഈ ഒരു പ്രോജക്റ്റ് സഹായകമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആയിരത്തി 1999 ഫെബ്രുവരി മാസം 11 എൻ്റെ വീട്ടിൽ തന്നെ ആണ് 3 മനസ്സിരുകളെ സ്വീകരിച്ചുകൊണ്ട് ഈ ലൂർദ് ഭവൻ എന്ന ആശ്രമം തുടങ്ങുന്നത്. തെരുവിൽ നിന്ന് അലഞ്ഞിരിഞ്ഞ് നടന്നിരുന്ന 3 പേരെ ആണ് സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് അന്ന് എൻ്റെ ചാച്ചനും ജീവിത പങ്കാളി, എനിക്ക് 2 മക്കളുമാണുള്ളത്. ജീവിത പങ്കാളി മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. കോവിഡിൻ്റെ സമയത്താണ് മരിക്കുന്നത്. അതുപോലെ തന്നെ ചാച്ചന് 2010 ചാച്ചൻ മരിച്ചു. ചാച്ചനും എൻ്റെ മക്കളും ഈ ജീവിത പങ്കാളിയെല്ലാം ഈ കൂടെയായിരുന്നു. 15 വർഷക്കാലം ഇവിടുന്ന് ഉള്ള മക്കൾക്ക്, ഈ ആശ്രമത്തിലെ മക്കൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് എൻ്റെ ജീവിത പങ്കാളി തന്നെയായിരുന്നു. പുള്ളിക്കാരത്തിയായിരുന്നു ഇതിൻ്റെ മെയിനായിട്ട് നിന്നിരുന്നത്. ഞങ്ങളുടെ ആശ്രമം തുടങ്ങി 3 പേരെ വെച്ച് തുടങ്ങി. അത് കഴിഞ്ഞ് ഇങ്ങനെ അടിക്കടി ആൾ കൂടി വന്നപ്പോൾ പലരുടെയും സഹായത്തോടെയാണ് നമ്മൾ കാണുന്ന ഇത്ര മനോഹരമായ ഒരു സ്ഥാപനം നമുക്കിവിടെ ഇത് തമ്പുരാൻ ഉയർത്തിയത്. അതുപോലെ തന്നെ ഈ ഭവനത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു റബ്ബർ വെട്ടുകാരനാണ്. എനിക്ക് വിദ്യാഭ്യാസമോ ഒക്കെ വളരെ കുറവുള്ള ഒരാളാണ്. എനിക്ക് ശരിക്കും എഴുതാൻ അറിയത്തില്ല, വായിക്കാനും ഇപ്പം കുറച്ചൊക്കെ അറിയാം. അന്ന് എനിക്ക് എഴുത്തും വായനയും ഒന്നും വശമില്ലായിരുന്നു. കുന്നന്താനം ദൈവപരിപാലന ദാസിമാരുടെ സ്ഥാപനത്തിൽ അവിടെ ധ്യാനത്തിനായിട്ട് ഞാൻ കടന്നുപോയി. പക്ഷെ ഞാൻ ധ്യാനിക്കാനായിട്ടല്ല പോയത്. ഞാൻ രാത്രി 3 മണിയൊക്കെ ആകുമ്പോഴാണ് റബ്ബർ വെട്ടാൻ പോയിക്കൊണ്ടിരുന്നത്. 3 മണിയാകുമ്പോൾ റബ്ബർ വെട്ടാൻ പോകും. അത് കഴിഞ്ഞ് കൂലിപ്പണിക്ക് പോകും. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വിശ്രമത്തിന് വേണ്ടിയിട്ട് കടന്നു പോയതാണ് കുന്നന്താനത്തേക്ക്. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അന്നേരം സാമ്പത്തികമായ നില മെച്ചപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചു. ഒരു ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പം പലരും ഇങ്ങനെ അത്ഭുതങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പോൾ കടബാധ്യതകൾ വീടി, അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ നേരെയായി, കുടുംബജീവിതം നേരെയായി. അപ്പം ഇങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറും. അപ്പോൾ ഈ ധ്യാനമന്ദിരത്തിൽ പോയി ധ്യാനം കൂടിക്കഴിഞ്ഞാൽ ഒരു ലോട്ടറി എടുക്കുക. ആ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ 1ാം സമ്മാനം അടിക്കും. അപ്പോൾ 1ാം സമ്മാനം അടിച്ചു കഴിഞ്ഞാൽ അത് ധ്യാനമന്ദിരത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്താം. അപ്പോൾ സുഖമായിട്ട് ജീവിക്കാം. ഇതിനു വേണ്ടിയിട്ടാണ് കടന്നു പോയത്. പക്ഷെ കുന്നന്താനത്തെ ധ്യാനമന്ദിരത്തിൽ കടന്നു ചെന്ന് അന്ന് തൊട്ട് ഞാൻ ഉറക്കം തുടങ്ങിയിട്ട് ഏകദേശം വ്യാഴാഴ്ച വരെ ഞാൻ ഉറങ്ങി.
ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവിടുത്തെ അന്തവാസികളായിരിക്കുന്ന മക്കളിലൂടെയാണ് ദൈവം എന്നിൽ ഇടപെട്ടത്. മന്ദബുദ്ധികളായിരിക്കുന്ന കുറേ മക്കളെ നോക്കുന്നൊരു സ്ഥാപനമാണ് ഈ കുന്നനാനം ദൈവപരിപാലന ദാസിമാരുടെ ആശ്രമം. അവിടെ ഞങ്ങൾ കടന്നു ചെന്നു. ഈ വെള്ളിയാഴ്ച ദിവസം ഈ മക്കളെ കാണുവാനായിട്ട്, അവിടുത്തെ വസിക്കുന്ന മക്കളെ കാണുവാനായിട്ട് കടന്നു പോകുന്ന ദിവസമാണ്. അതിനായിട്ട് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവിടെ വചനം എനിക്ക് വേണ്ടി ആ മക്കളിലൂടെ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ധ്യാനത്തിൻ്റെ ഒരു ഭാഗം പോലും കേട്ടിട്ടില്ല, അല്ല എനിക്ക് മനസ്സിലായിട്ടുമില്ല. അവിടെ ഞാൻ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു വിരൽ മാത്രമുണ്ട്. അതുപോലെ തന്നെ ഇഴഞ്ഞു നടക്കുന്ന ഒരു കൊച്ച് ഒരു പാട്ട് പാടി, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിക്കിടാൻ എന്നുള്ള ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് എല്ലാം കിട്ടിയിട്ടും ഞാൻ ദൈവത്തിന് മുന്നിൽ പരാതിക്കാരനാണ്. അപ്പം എനിക്ക് ശരിക്കും കൈയുണ്ട്, കാലുണ്ട്, അവയവങ്ങളുണ്ട്, ഒരു കുഴപ്പമില്ലാതെ നല്ല ജീവിതമുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷെങ്കിൽ എനിക്ക് തമ്പുരാൻ്റെ മുന്നിൽ എപ്പോഴും പരാതികളേ ഉള്ളൂ. പക്ഷേ ഈ ഒന്നുമില്ലാത്ത ഈ മക്കൾ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാമെന്നുള്ള ആ പാട്ട് പാടി അവരുടെ ആ മുഖത്തെ സന്തോഷവും അവരുടെ തേജസ്സും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആത്മാവിൻ്റെ പ്രേരണ കിട്ടി. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ബാക്കി ആരെയും കാണാൻ ഞാൻ പോയില്ല. പക്ഷെ അത് കഴിഞ്ഞ് വന്ന് അവരുടെ തന്നെ ഒരു മഠമുണ്ട് ഇവിടെ അരിക്കുഴിയിലുണ്ട്. അരിക്കുഴിയിൽ ആ മഠത്തിൽ സിസ്റ്റർമാരുടെ കൂടെ ഇവിടെയുള്ള ഈ ഇടവകകളിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി. അതുപോലെ തന്നെ മദ്യപാനികളായിരിക്കുന്നവരെയും മറ്റും ധ്യാനത്തിനായിട്ട് കൊണ്ടുവന്ന ശുശ്രൂഷ തുടങ്ങി. വന്ന് ഞങ്ങളുടെ ഇടവകയിലിരുന്നത് ജോർജ് പഴയവരച്ചനാണ്. ഞാൻ ഈ അരുവിക്കുഴി ഇടവകയിൽ 25 വർഷം മുമ്പ് ഞാൻ വികാരിയായിരുന്നു. വികാരിയായിരുന്ന അവസരത്തിൽ ഇപ്പോഴത്തെ ഈ ലൂർദ് ഭവൻ്റെ മാനേജിങ് ട്രസ്റ്റിയായ മിസ്റ്റർ ജോസ് പാവപ്പെട്ട ഒരു കുടുംബത്തിലെയാണ്. ഒരു റബ്ബർ വെട്ടുകാരനായിരുന്നു. സാമ്പത്തികമായിട്ട് സ്വന്തമായിട്ട് വലിയ വരുമാനമൊന്നുമില്ല. റബ്ബർ വെട്ടി ഇങ്ങനെ കഴിഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ജോസ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നമുക്ക് ആ കോട്ടയത്ത് പി യു തോമസ് നടത്തുന്നത് പോലെ രോഗികളെ എടുത്ത് പരിപാലിക്കുന്ന ഒരു സംരംഭം, ഒരു സ്ഥാപനം തുടങ്ങിയാൽ എങ്ങനെ, എനിക്ക് അങ്ങനെ ഒരു പ്രേരണ കിട്ടുന്നെന്ന് പറഞ്ഞു. ഒരു പാവപ്പെട്ട മനുഷ്യൻ, റബ്ബർ വെട്ടുകാരനായ ഒരു മനുഷ്യൻ അങ്ങനെ വന്ന് പറയുമ്പം രോഗികളെ എടുത്താൽ എവിടെ താമസിപ്പിക്കും, അവർക്കുള്ള വരുമാന മാർഗ്ഗം എങ്ങനെയാണ്, ഭക്ഷണമൊക്കെ എങ്ങനെ കൊടുക്കും, അവർക്ക് ചികിത്സ ആവശ്യമുണ്ടായിരിക്കും, അതൊക്കെ എങ്ങനെ സാധിക്കും, ജോസിനെ കൊണ്ട് പറ്റുമോ? അത് ചുമ്മാ ഒരു മനസ്സിൽ തോന്നിയ ആശയമാണ്. ഞാൻ ജോസിനോട് പറഞ്ഞു, ജോസിന് 2 മാസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കർത്താവ് എന്ത് പറയുന്നു എന്നറിയട്ടെ. കൃത്യം 2 മാസം കഴിഞ്ഞപ്പം ജോസിൻ്റെ അടുത്ത് വന്നു, ഞാൻ ഇന്നാൾ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ, 2 മാസം കൃത്യമായ 2 മാസം പൂർത്തിയായ ദിവസമാണ്. കർത്താവ് പറയുന്നു നീ തുടങ്ങുമെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എവിടെ തുടങ്ങും? അതെൻ്റെ വീടിനോട് ചേർന്ന് ഒരു ചെറിയ മുറിയൊക്കെ പണിത് നമുക്ക് തുടങ്ങാം, ബാക്കി കർത്താവ് പരിപാലിക്കും. അങ്ങനെ ജോസ് 2-3 രോഗികളെ വഴി കൂടെയൊക്കെ അരഞ്ഞു നടക്കുന്ന 2-3 രോഗികളൊക്കെ എടുത്ത് കൊണ്ടുവന്നു. വീടിനോട് ചേർന്നൊരു ചാർത്ത് പോലെ ഒരു മുറിയൊക്കെ പണിച്ചു, ഒരു ബാത്റൂമൊക്കെ പണിത്. അങ്ങനെ 3 പേരെ കൊണ്ടുവന്ന് താമസം ആരംഭിച്ചു. അത് ഇവിടുത്തെ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം ഫെബ്രുവരി 11-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 26ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്ന് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോസുട്ടി മണിയങ്കാട്ട്, പുള്ളി ഞാനോടെ ആയിരുന്നു ഈ ശുശ്രൂഷ മുന്നോട്ട് ഇങ്ങനെ വീടുകൾ കയറുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ നവജീവനിൽ കടന്നു ചെല്ലാനിടയായി. നവജീവനിൽ ഇവിടെ പള്ളിക്കത്തോട്ടിൽ നിന്ന് ഒരാളെയും കൊണ്ട് പോകാനായിട്ടാണ് പോയത്. അവിടെ ചെന്ന് അനുവാദം ചോദിക്കാനായിട്ടാണ് പോയത്. അവിടെ ചെന്ന് തോമസേട്ടനോട് അനുവാദം ചോദിച്ചു. അപ്പോൾ തോമസേട്ടൻ പറഞ്ഞ് തെരുവിൽ കിടക്കുന്ന ആളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോവാം. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ട് പിന്നെ കൊടുത്തു. അത് കഴിഞ്ഞപ്പം ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആളുമായിട്ട് കടന്ന് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഞാൻ ആരുടെയും മുടിയോ ഷേവ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പം ആദ്യമായി ഒരു മനസ്സിരോഗിയായിരിക്കുന്ന ഈ അപ്പാപ്പൻ്റെ ഈ താടി മുടിയെല്ലാം നീട്ടി അപ്പാപ്പൻ്റെ ഷേവ് ചെയ്ത് മുടിയൊക്കെ വെട്ടി ആളെ നല്ല സുന്ദരനാക്കി അവിടെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തോമസേട്ടൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, ഇതെല്ലാം കൂടെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്നത്തിന്, ഇത് നിങ്ങൾക്ക് തുടങ്ങാൻ മേലെ?
അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ കൂടെ ഉണ്ടാകുന്ന ജോസുട്ടിയോട് പറഞ്ഞു, ഈ തോമസ് ചേട്ടന് വട്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ വെട്ടുകാരനായ 20 സെൻറ്റ് സ്ഥലം മാത്രമുള്ള ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ പോകും, ഇതിന് സാമ്പത്തികം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോന്നു. പക്ഷെ തോമസ് ചേട്ടനിലൂടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ഞങ്ങളിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പാലാ മരിയസ്ഥാനത്തിൽ പോയി ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും തുണി അളക്കാൻ പോകുമായിരുന്നു സന്തോഷ് ചേട്ടൻ്റെ അവിടെ. അത് കഴിഞ്ഞാണ് ഞങ്ങൾ അന്നേരം വഴിയെ കാണുന്ന എല്ലാവരെയും ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും. അന്നേരമാണ് ജോസുട്ടി എന്നോട് പറഞ്ഞു, ജോസുട്ടിയുടെ വീതം കിട്ടിയായിരുന്നെങ്കിൽ ജോസുട്ടിയുടെ അവിടെ തുടങ്ങാമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ലിവിങ് ജീസസ് പ്രാർത്ഥനാലയമുണ്ട്. അപ്പോൾ പ്രാർത്ഥനാലയത്തിൽ ഇങ്ങനെ ഒരു പിള്ളേരെ നോക്കുന്ന ശുശ്രൂഷ ചെയ്യാനായിട്ടൊരു പ്ലാൻ ചെയ്തു. അപ്പം അന്നേരം പഴയവരച്ഛൻ പറഞ്ഞു അതിലും നല്ലത് ഇതാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ വന്നു. അപ്പോൾ സ്ഥലം അന്വേഷിച്ചപ്പോൾ ഒരിടത്തും കിട്ടാനില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ജോസുട്ടി ഇങ്ങനെ പറഞ്ഞു, ജോസുട്ടിയുടെ വീതം കിട്ടിയാൽ അവിടെ തുടങ്ങാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ അപ്പന് ഏക ഒരു മകനേ ഉള്ളൂ, എനിക്ക് 2 മക്കളുണ്ട്. അപ്പം ഞാൻ ഓർത്ത് എനിക്കാണെങ്കിൽ വേറെ ആരുടെ അനുവാദം കിട്ടണ്ടല്ലോ, അപ്പൻ്റെ മാത്രം മതിയല്ലോ. അപ്പം ഞാൻ എൻ്റെ ചാച്ചനോട് ഇന്ന് ചോദിച്ചു, ചാച്ചൻ ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞ് ചാച്ചനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാച്ചൻ പറഞ്ഞു, നിനക്ക് വട്ട് തുടങ്ങിയിട്ട് നിന്നെ ഊളന്മാർ കൊണ്ട് ചികിത്സിക്കേണ്ട സമയമായി. ആദ്യമേ എന്നെ വട്ടാന്ന് വിളിക്കുന്നത് എൻ്റെ അപ്പം തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ചയോടെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി കഴിഞ്ഞ് വീണ്ടും അപ്പനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാക്കേ ഉള്ളൂ, അനാഥരായിരിക്കുന്ന ആൾക്കാരെ നോക്കാൻ. ഇപ്പം മനസ്സിരുവെന്നൊന്നും പറഞ്ഞില്ല, അനാഥരായിരിക്കുന്ന ആൾക്കാരെ നോക്കാനാണെങ്കിൽ സമ്മതിക്കാം എന്ന്. ഇപ്പം ഈ ലൂർദ്വാന് ഇത് ചാപ്പല് നമ്മൾ അത് കഴിഞ്ഞ് വാങ്ങിയതാണ് ഈ സ്ഥലം. അപ്പം അപ്പുറത്തെ ലൂർദ്വാൻ ഇരിക്കുന്ന സ്ഥലത്ത് 20 സെൻറ്റ് സ്ഥലമാണത്, ഞങ്ങളുടെ ആകെയുള്ള സ്വത്താണത്. ഞങ്ങൾക്ക് ആപ്പാടുള്ള 20 സെൻറ്റ് സ്ഥലവും ഒരു മൺപരയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അപ്പൻ എൻ്റെ ചാച്ചൻ്റെ ഒരു വാക്ക് പറഞ്ഞു, അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരൊറ്റ റബ്ബർ പോലും വെട്ടിയേക്കരുത്, വെട്ടാതുണ്ട് നിനക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നോക്കി. അപ്പോൾ ചാച്ചനോട് ഇറങ്ങി നോക്കിയപ്പം ഈ റബ്ബറൊന്നും വെട്ടാതുണ്ട് അവിടെ ഷെട്ട് പണിയാനൊന്നും പറ്റത്തില്ല എന്നുള്ള ഒരു തോന്നൽ വന്നുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ്. ഏതായാലും ഒരു മരത്തിൻ്റെ ഒരു കമ്പ് മാത്രം മുറിച്ച് കളഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഷെഡ് കെട്ടി അവിടെയാണ് ഇത് തുടങ്ങുന്നത്. 1 വർഷം കൊണ്ട് അപ്പം പറഞ്ഞ റബ്ബറൊന്നും വെട്ടരുതെന്ന് പറഞ്ഞു. പക്ഷെ 1 വർഷം കൊണ്ട് ആ റബ്ബർ മൊത്തം വെട്ടി. പലരുടെയും സഹായത്തോടുകൂടി നമുക്ക് ഇപ്പോൾ കാണുന്ന മനോഹരമായ അവർക്ക് കിടക്കാനുള്ള സ്ഥലവും ഒക്കെ അവിടെ തന്നെ പണിയാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ചാപ്പൽ അത് കഴിഞ്ഞ് ഈ സ്ഥലം വാങ്ങിയാണ് ഇവിടെ ഈ ചാപ്പൽ പണിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ലൂർദ് ഭവനിലെ മുറ്റത്താണ്. ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഞാനിവിടെ ഒരു നിത്യസന്ദർശനം അല്ലെങ്കിൽ മിക്കവാറും ഞാൻ ഇവിടെ കടന്നു വരാറുള്ള സ്ഥലമാണ്. പല പരിപാടികളായിട്ടും ഇവിടുത്തെ പല പ്രോഗ്രാമുമായിട്ടും ഇതിൻ്റെ എല്ലാമായ ഇതിൻ്റെ സർവ്വതമാണ് എന്ന് പറയാവുന്ന പ്രിയപ്പെട്ട ജോസിയേട്ടൻ ഞങ്ങളുടെയൊക്കെ ഒരു ആത്മസുഹൃത്ത് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. സത്യത്തിൽ ഇതിൻ്റെ വഴികളിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. 1999 ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. അന്ന് ഏതാണ്ട് 3 പേര് 3 അന്തേവാസികളുമായിട്ട് തനിക്കുണ്ടായിരുന്ന ഏതാണ്ട് 20 സെൻറ്റ് സ്ഥലത്ത് അന്ന് ചെറിയ തോതിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് 172 പേര് അന്തേവാസികളായി. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അന്യസംസ്ഥാനക്കാരുൾപ്പെടെ 172 അന്തേവാസികൾ ഈ സമയത്ത് ഇവിടെയുണ്ട്. ഇവിടുന്ന് ഏതാണ്ട് 700-ഓളം ആളുകൾ കഴിഞ്ഞ 99 ശേഷം 2004 ഇവിടെ വരികയും സുഖം പ്രാപിക്കുകയും കടന്നു പോവുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. മാനസികമായ വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ, പ്രത്യേകിച്ച് അതിലെ നല്ലൊരു ശതമാനം ആളുകളും അവരെ വഴിയോരങ്ങളിൽ നിന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളോ മറ്റുള്ള ആളുകളോ ഒക്കെ തന്നെ അവർ എത്തിക്കുന്നതാണ്. അങ്ങനെ എത്തിക്കുന്ന ആളുകളെ പരിപാലിച്ച് ശുശ്രൂഷിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകി അവരെ പല ആളുകളും ഇന്ന് ജീവിതത്തിൽ മടങ്ങിപ്പോയ ഒട്ടേറെ ആളുകളുണ്ട്. എനിക്കറിയാം, അവരുടെ സ്വഭവനങ്ങളിലേക്ക് എല്ലാ രോഗങ്ങളും മാറി തിരിച്ചു പോയവർ. ഇവിടെ തന്നെ ഇന്ന് ചില സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് ചെറിയ ചെറിയ കച്ചവടം നടത്തിക്കൊണ്ട് പോകുന്ന ഒട്ടേറെ ഇത്രയും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം
സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സന്തോഷവും ബഹുമാനവും തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ മനുഷ്യർക്കിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പരസ്പര സ്നേഹവും ബഹുമാനവുമാണ്. ഇപ്പോൾ മാതാപിതാക്കളെ തന്നെയാണെങ്കിലും ജീവിത രീതി മാറുന്ന സാഹചര്യത്തിൽ മക്കൾക്ക് പൂർണ്ണമായിട്ടും മാതാപിതാക്കളെ നോക്കാൻ പറ്റുന്നില്ല, മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെ മാനസിക ബുദ്ധിമുട്ടുള്ളവർ വീട്ടിൽ നിന്നിറങ്ങി ഒറ്റപ്പെട്ട് വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിയുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ലൂർദ് ട്രസ്റ്റ് ശരിക്കും അങ്ങനെയുള്ളവരെ സ്വന്തം സഹോദരങ്ങളായിട്ട് കണ്ടുകൊണ്ട് തന്നെ ഈ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷയും ചെയ്തു നൽകുന്നു. ഒപ്പം തന്നെ ഞങ്ങൾക്ക് വളരെ ഒരു സഹായമാണിത്. കാരണം ഇപ്പോൾ 112 എന്ന് പറഞ്ഞ ഒരു കോമൺ കൺട്രോൾ റൂം നമ്പറുണ്ട്. ഇപ്പോൾ പൊതുജനങ്ങൾ എന്താവശ്യമുണ്ടെങ്കിലും 112ലേക്കാണ് വിളിക്കുക. വഴിയിലൂടെ ഒരാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുള്ള ഒരാൾ ഒരു വീട്ടിൽ വന്ന് കയറി, ഉടനെ തന്നെ അവർ 112ലേക്കാണ് വിളിക്കുക. 112ൽ നിന്ന് നേരത്തെ ഞങ്ങൾക്ക് മെസ്സേജ് വരും, ഇന്ന നമ്പറിൽ ഇന്ന സ്ഥലത്ത് നിന്ന് വിളി വന്നിട്ടുണ്ട്, ഇന്നാണ് കാര്യമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ മാനസിക ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിനെ ആയിരിക്കും അവിടെ കാണുക. അയാൾക്ക് നാടോ വീടോ പേരോ ഊരോ ഒന്നും അറിയില്ലായിരിക്കും. ഞങ്ങൾക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ആ സന്ദർഭങ്ങളിലൊക്കെ ലൂർദ് ട്രസ്റ്റ് പള്ളിക്കത്തോട് പോലീസിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് 1 വർഷം, അതിൻ്റെ ഇടയ്ക്ക് തോന്നുന്ന 4 പേരെയോളം ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അവസാനം കൊണ്ടുവന്നത് ഒരു ഹരിയാനക്കാരനായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് ആ ചങ്ങായിക്ക് ഇവിടെ ഉള്ളവരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പകുതി നോർമൽ അവസ്ഥയിലേക്ക് എത്തി. അതിനുശേഷം പിറ്റേ ദിവസം ട്രസ്റ്റിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞു, സാർ ആ ചങ്ങായി സംസാരിച്ചു, ഇന്ന പോലെയാണ് അഡ്രസ്സ് കാര്യങ്ങളെന്ന് പറഞ്ഞു. ആ കിട്ടിയ അഡ്രസ്സ് വെച്ച് ഞങ്ങൾ ഹരിയാനയിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവരുടെ ബന്ധുക്കളുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2 ആഴ്ച കാലത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ഇലക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് വിടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അവസാനം അദ്ദേഹത്തിന് പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയുള്ള സർട്ടിഫിക്കറ്റുകൾ എഴുതി വാങ്ങി അദ്ദേഹത്തെ ഇവിടെ തിരിച്ച് ഭവനത്തിൽ എത്തിക്കാൻ സാധിച്ചു. चूड़ी खन के लंग मारे लसकारे हम हो गई तुम्हारे, मोरे सजन मोरा बारी कसम मांग न भर दे ताली, बिंडिया छमक लंग मारे लसकारे हम हो गई तुम्हारे, मेरे कसम मोरा मारी कसम मांग न भर दे ताली, बिंडिया चमक लंग मारे लसकारे हम हो गए तुम्हारे. നമ്മുടെ ലൂർദ് ഭവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ വാർഷികമാണ് അടുത്ത മാസം. ഏകദേശം 50 വർഷത്തോളമായി ലൂർദ് ഭവൻ ഇവിടെ സ്ഥാപിതമായിട്ട്. നമ്മുടെ നാട്ടിലെ ഒരുപാട് ജനങ്ങൾക്കും അതുപോലെ അശരണായ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചേട്ടന്മാരെയാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓണറായ ജോസിയേട്ടനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നല്ലൊരു കമ്മിറ്റി അംഗങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കുടുംബാന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും അരിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനസികരോഗികൾ ഇവിടെ കൊണ്ടുവരികയും അവരുടെ ബന്ധുക്കൾ വന്ന് അവരെ കണ്ടെത്തുമ്പോൾ അവരെ സന്തോഷത്തോടെ യാത്രയാക്കുന്ന ഒരു പ്രവണത ഈ സ്ഥാപനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജോസിയേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോസിയേട്ടനും ചേച്ചി മരിച്ചിട്ടിപ്പോൾ ഏകദേശം 2-3 വർഷത്തോളമായി. എന്നാൽ പോലും ജോസിയേട്ടനോട് കൂടെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിലെ നല്ലവരായ കുറേ നാട്ടുകാരുടെയും നല്ല കമ്മിറ്റിക്കാരുടെയും പ്രവർത്തകരുടെ എല്ലാം നല്ലൊരു സുമനസ്സുകളുടെ എല്ലാം ഒരു അകമഴിഞ്ഞ ഒരു സഹകരണം മൂലമാണ് ഈ സ്ഥാപനം ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തിലാണെങ്കിലും ജോസിയേട്ടൻ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ ജോസിയേട്ടൻ വരികയും ജോസിയേട്ടൻ്റെ സാന്നിധ്യം പഞ്ചായത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. കൂടാതെ തന്നെ നമ്മുടെ ഈ ലൂർദ് ഭവൻ ട്രസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങളെ ആണെങ്കിലും പഞ്ചായത്തിൻ്റെ പ്രതിനിധികളെല്ലാം വാർഷികത്തിനും അതുപോലെ തന്നെ ഓണാഘോഷം വന്നാലും അങ്ങനെ ചെറിയ എന്ത് പ്രോഗ്രാം വന്നാലും ജോസിയേട്ടൻ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളെ എല്ലാം അറിയിച്ച് അവരുടെ എല്ലാ സാന്നിധ്യം എല്ലാ പ്രാവശ്യവും ഈ ലൂർദ് ഭവൻ ട്രസ്റ്റിന് വേണ്ടി ഉണ്ടായിരിക്കും. അതുപോലെ ഈ ട്രസ്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് എന്നും നല്ല രീതിയിലാണ് പോകുന്നത്. കൂടാതെ അരുവിക്കുഴി മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം തന്നെ ഈ ട്രസ്റ്റിന് ഉണ്ട്. അപ്പം ജോസിയേട്ടനും ഈ സ്ഥാപനത്തിനും എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യവും നമ്മുടെ സർവസ്വത്തിനായി ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ സ്ഥാപനം ലൂർദ് ഭവൻ ട്രസ്റ്റ് എന്നുള്ള നാമധേയത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ 5 പേരാണ് ട്രസ്റ്റിൽ അംഗങ്ങളുള്ളത്. അതിൽ TC ചാക്കോ തുരുത്തിമറ്റത്തിൽ എന്നയാളാണ് ഇതിൻ്റെ സെക്രട്ടറി. ട്രഷററായിട്ട് വേവിച്ചൻ കുളപ്പുറം ആണ് ചുമതലയേറ്റിരിക്കുന്നത്.
അതുപോലെ തന്നെ ജോയ് മൂങ്ങാമാക്കൽ ട്രസ്റ്റ് മെമ്പർ, വേവിച്ചൻ മരിയാഭവൻ ട്രസ്റ്റ് മെമ്പർ, പിന്നെ ഞാൻ ഇതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയായിട്ട് സ്ഥാനത്തിരിക്കുന്നു. ഇങ്ങനെയാണ് ഈ ഭവനത്തിൻ്റെ 5 അംഗങ്ങളുടെയും ശുശ്രൂഷാ മേഖല. 1999 ഫെബ്രുവരി 11 ലൂർദ് ഭവൻ സ്ഥാപിതമായ അന്നു മുതൽ ഈ സ്ഥാപനവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. തൊഴിൽ സംബന്ധമായി നാട്ടിലില്ലാതിരുന്ന സമയത്തും ലൂർദ് ഭവനുമായുള്ള ബന്ധം തുടർന്നു പോന്നു. 2011 എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ഇവിടെ വന്ന് കൂടുതൽ സജീവമായി ഈ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവം കൃപ ചെയ്തു. ഇത് ഒരു സ്ഥാപനമാണ്, പക്ഷെ നടത്തുന്നത് ദൈവമാണ്. ദൈവകരങ്ങളിൽ സുരക്ഷിതമായി 25 വർഷം ഈ സ്ഥാപനം മുന്നോട്ട് പോകുവാൻ അനുഗ്രഹം നൽകി. ഇവിടെ ഇപ്പോൾ 73 മക്കൾ ഇവിടെ ഉണ്ട്. സ്റ്റാഫ് 9 പേര് ഇവിടെ ജോലി ചെയ്യുന്നു. ഇവരൊക്കെ നമ്മൾ ശമ്പളം നൽകുന്നുണ്ട്. മക്കളുടെയും സ്റ്റാഫിൻ്റെയൊക്കെ ഭക്ഷണം ക്രമീകരിക്കേണ്ടതുണ്ട്. ഇതുവരെ യാതൊരു കുറവുമില്ലാതെ ഈ സ്ഥാപനം നടന്നു പോകുന്നത് ദൈവ പരിപാലന ഒന്ന് മാത്രമാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ MBBSന് പഠനം ആരംഭിച്ച കാലം മുതൽ അതിന് മുന്നേ മുതൽ, അതായത് ഏകദേശം 2002 മുതൽ ലൂർദ് ഭവൻ കുടുംബവുമായി ഒത്തിരി അടുത്ത് പെരുമാറുന്ന ശുശ്രൂഷ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. കർത്താവിൻ്റെ പ്രത്യേക നിയോഗത്താൽ എന്നെ ഈ ശുശ്രൂഷയുമായി ചേർത്ത് നിർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ആരംഭകാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഏകദേശം 20-22 വർഷങ്ങൾക്ക് മുൻപേ ജോസിയേട്ടൻ ഇവിടെ കുടുംബത്തോടൊപ്പം താമസിക്കുമ്പോൾ 4 രോഗികളുമായി ഇവിടെ ഈ ശുശ്രൂഷ ആരംഭിക്കുകയായിരുന്നു. ദൈവഹിതം എന്ന നിലയിൽ ദൈവഹിതത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ പൂർണ്ണമായി അടിയുറച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പരിപാലനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഞാൻ ഇന്നും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ ചാച്ചനും അമ്മയും പറഞ്ഞിട്ടുണ്ട്, ജോസിൻ്റെ കുഞ്ഞുങ്ങളും ജോസിൻ്റെ ചാച്ചനും അമ്മയും അവൻ്റെ ഭാര്യയും അവർക്ക് തന്നെ ദൈനംദിന ചെലവുകൾ നടക്കാനുള്ള ഒരു വരുമാനം വളരെ കഷ്ടപ്പെട്ടാണ് അവരുണ്ടാക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ 4 പേരെ കൂടെ അവരെങ്ങനെ കൂടെ കൂട്ടും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എങ്ങനെ നടന്നു പോകും എന്ന് ആകുലതയോടെ എൻ്റെ ചാച്ചനും അമ്മയും പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു നിലയിൽ നിന്ന് ഇന്ന് 100-ൽ പരം രോഗികൾ ഇവിടെ പരിപാലിക്കപ്പെടുകയും 100 കണക്കിന് ആളുകൾ രോഗം ഭേദമായി തിരികെ അവരുടെ നാടുകളിലേക്കും വീടുകളിലേക്കും തിരികെ പോകുകയും ചെയ്ത ദൈവത്തിൻ്റെ വലിയ ഒരു രക്ഷാകര പദ്ധതി, അല്ലെങ്കിൽ ഒരു മഹാത്ഭുതത്തിൻ്റെ വെളിവാക്കപ്പെടലിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു അന്ന് അത് എന്ന് ഇന്ന് പുറകേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഈ 25 വർഷം അല്ലെങ്കിൽ 26 വർഷത്തെ ചരിത്രം നമ്മൾ പുറകോട്ട് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ജോസിയേട്ടനിലൂടെയും അതുപോലെ ഇവിടുത്തെ ഓരോ ശുശ്രൂഷകരിലൂടെയും വെളിപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ദൈവത്തിൻ്റെ അത്ഭുതമല്ലാതെ മറ്റൊന്നുമല്ല. ഹബക്കുക്ക് പ്രവാചകനിലൂടെ അരുളി ചെയ്തൊരു വചനമുണ്ട്, ഇതാ നിങ്ങളുടെ നാളുകളിൽ ഒരു വലിയ അത്ഭുതം ഞാൻ ചെയ്യാൻ പോകുന്നു, വലിയ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു, നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ഒരു അത്ഭുതം. അതുപോലെ ഒരു അത്ഭുതമാണ് ഈ ലൂർദ് ഭവനും അതിനെ തുടർന്നുള്ള ശുശ്രൂഷകളും.